ലേണേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻട്രീസ് നെസസറി ടു ട്രാൻസ്ഫർ ദ വേരിയസ് നോമിനൽ അക്കൗണ്ട്സ് ടു ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്സ് ആർ നോൺ ആസ്. ആൻസർ ക്ലോസിംഗ് എൻട്രീസ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നോമിനൽ അക്കൗണ്ടുകൾ നോർമലി എന്താ ചെയ്യുക, ക്ലോസ് ചെയ്തിട്ട് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെസസറി എൻട്രീസിനെ പറയുന്നതാണ് closing entries. From the net sales, cost of goods sold is subtracted to arrive at answer gross profit. അപ്പോൾ നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? ട്രേഡിംഗ് അക്കൗണ്ടാണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് നെറ്റ് സെയിൽ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി നെറ്റ് സെയിൽ കാണാനുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നോൺ ക്യാഷ് എക്സ്പെൻസ് ഇൻ എ P&L അക്കൗണ്ട്. ആൻസർ ഡിപ്രീസിയേഷൻ. അപ്പോൾ ഫ്രൈറ്റ് ആൻഡ് ക്യാരേജ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കോസ്റ്റ് ഓൺ റിട്ടേൺസ്, ഇതൊക്കെ ക്യാഷ് എക്സ്പെൻസസ് ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ മോണിറ്ററി എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ് കംസ് അണ്ടർ ഡാഷ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ആൻസർ കറണ്ട് ലൈബിലിറ്റീസ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ് എന്ന് പറയുമ്പോൾ ആ റെൻറ്റ് പേ ചെയ്യേണ്ട ഡേറ്റ് ആയിട്ടും പേ ചെയ്തിട്ടില്ല, ആ എമൗണ്ട് പേ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു എമൗണ്ട് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്, ഇനി പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ലൈബിലിറ്റിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് കറണ്ട് ലൈബിലിറ്റി. എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ആൻസർ പേഴ്സണൽ അക്കൗണ്ട്. അതായത് എക്സ്പെൻസ് ഡ്യൂ ആയി, അതായത് നമ്മൾ അടയ്ക്കേണ്ട ഡേറ്റ് ആയിട്ടും പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസസുകളുടെ അക്കൗണ്ട് നേച്ചർ എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടാണ്. അതായത് നമ്മൾ പേയബിൾ ആയിട്ടുള്ള എക്സ്പെൻസസുകൾ, പിന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഡേറ്റ് ആകുന്നതിന് മുമ്പ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ടേക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ഇൻകംസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതെല്ലാം പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ ഓപ്ഷനിൽ പേഴ്സണലും റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണലും ഉണ്ടെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ് അക്യുറേറ്റ് ആയിട്ട് വരുന്ന ആൻസർ. അതായത് ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ്. അതായത് നമ്മൾ മുൻകൂട്ടി വാങ്ങിയതും മുൻകൂട്ടി കൊടുത്തതും ഇതെല്ലാം എന്താണ്, അഡ്ജസ്റ്റ്മെൻറ്റിങ് എൻട്രീസ് ആണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എല്ലാം റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ നേച്ചറാണ്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് തന്നെ 3 ടൈപ്പാണ് വരുന്നത്: നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. Depreciation on fixed assets is provided in compliance with the accounting concept of answer going concern. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ മേലെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പ്രകാരമാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പ്രകാരമാണ്. ഡെബിറ്റ് നോട്ട് നമ്പർ ഈസ് ഷോൺ ഇൻ ദ ഡാഷ് ബുക്ക്. ആൻസർ പർച്ചേസ് റിട്ടേൺ ബുക്ക്. അപ്പോൾ ഡെബിറ്റ് നോട്ട് നമ്പർ എവിടെയാണ് വരുന്നത്? പർച്ചേസ് റിട്ടേൺ ബുക്കിലാണ് വരുന്നത്. അതായത് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് അത് റിട്ടേൺ ചെയ്യുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടാണ് ഡെബിറ്റ് നോട്ട്. ഇനി സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണ്? ക്രെഡിറ്റ് നോട്ടാണ്. അപ്പോൾ ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ബയറാണ്. ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സെല്ലറാണ്. വെൻ റെൻറ്റ് ഈസ് പെയ്ഡ് ഇൻ ക്യാഷ് ഡാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ആൻസർ റെൻ്റ് അക്കൗണ്ട്. ഇപ്പോൾ റെൻറ്റ് പേ ചെയ്യുമ്പോൾ വരുന്ന എൻട്രിയാണ് റെൻ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. റെൻ്റ് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് നേച്ചർ അല്ലേ. അപ്പോൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് അല്ലേ. അപ്പോൾ റെൻറ്റിന് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്നത് റെൻ്റ് അക്കൗണ്ട് ആയിരിക്കും. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ഓൺ ആൻസർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത് പ്രോംപ്റ്റ് പേയ്മെൻറ്റിനാണ്. അതായത് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അതായത് ക്യാഷ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത് ക്രെഡിറ്ററാണ്. ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത് പൈസ കിട്ടാനുള്ള ആളാണ്. ഡെറ്റർ എന്ന് പറയുന്നത് പൈസ കൊടുക്കാനുള്ള ആളാണ്. അപ്പോൾ ഈ ക്രെഡിറ്റർക്ക് ഡെറ്റർ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ക്രെഡിറ്റർ ഡെറ്റർക്ക് അലൗ ചെയ്യുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. amount spent on erection of machinery is a dash expenditure. ആൻസർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ മെഷീനറിയുടെ ഇറക്ഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്രെഡിറ്റ് ഇൻ എ ലൈബിലിറ്റി മീൻസ്, അത് ലൈബിലിറ്റിയിൽ ക്രെഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇൻക്രീസസ്. മോഡേൺ റൂൾ ഓഫ് അക്കൗണ്ടിങ്ങിൽ
ക്യാപിറ്റൽ, ഇൻകം ഓർ പ്രോഫിറ്റ്, ലൈബിലിറ്റീസ്, ഇതെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഈ ക്രെഡിറ്റ് ബാലൻസിനെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി ഇതിനെ ഡിക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലൈബിലിറ്റി അല്ലേ ചോദിച്ചിട്ടുള്ളത്, ലൈബിലിറ്റീനെ ക്രെഡിറ്റ് ചെയ്യാണ്. അപ്പോൾ ലൈബിലിറ്റി എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അടുത്തത് അസറ്റ്, എക്സ്പെൻസ് ഓർ ലോസ്. ഇത് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും ഡെബിറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും ബാലൻസ്. ഇനി ക്രെഡിറ്റ് ചെയ്യുമ്പോഴോ ഡിക്രീസ് ചെയ്യും. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ഡെബിറ്റിംഗ് ഡാഷ് അക്കൗണ്ട്. ആൻസർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം നമ്മൾ ബാഡ് ഡെപ്റ്റുകൾക്കൊക്കെ പ്രൊവിഷൻ വെക്കും. അപ്പോൾ ഈ പ്രൊവിഷൻ വെക്കുമ്പോഴത്തേക്കും അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടാണ്. പ്രിലിമിനറി എക്സ്പെൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻസർ ഫിക്റ്റീഷ്യസ് അസറ്റ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് അസറ്റ് വിച്ച് ഹാവ് നോ റിയൽ വാല്യൂ ബട്ട് ഷോൺ ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. അതായത് ഒരു അസറ്റിൻ്റേതായ യഥാർത്ഥ വാല്യൂ ഒന്നും ഉണ്ടാവില്ല, എന്നാൽ ഒരു അസറ്റുമല്ല, പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കാണിക്കും. അതായത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. ഫിക്റ്റീഷ്യസ് അസറ്റുകളുടെ എക്സാമ്പിൾസ് ആണ് പ്രിലിമിനറി എക്സ്പെൻസസ്, പിന്നെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, ഡിഫേർഡ് റവന്യൂ, എക്സ്പെൻഡിച്ചേഴ്സ്. റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ഈസ് ആൻസർ ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. അപ്പോൾ ഡെപ്റ്റേഴ്സിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടുകൾക്ക് റിസർവ് വയ്ക്കുന്നത് പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് കോൾഡ് ആൻസർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പോൾ പ്രോഫിറ്റ് ആഗ്രഹിക്കാതെ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഇവർ ഫോം ചെയ്യുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ടോ സൊസൈറ്റികളായിട്ടോ ഒക്കെ ആയിരിക്കും ഈ ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻസ്, ഡൊണേഷൻസ്, ലെഗസീസ്, ഗവൺമെൻറ് ഗ്രാൻഡ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷനിൽ മെമ്പർ ആകാനായിട്ട് പേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എല്ലാ വർഷവും ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യണം? പേ ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് റവന്യൂ നേച്ചറിലാണ് വരുന്നത്. അടുത്തത് ഡൊണേഷൻ. ഡൊണേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഇങ്ങനെയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിനൊക്കെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ക്യാഷ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൊണേഷൻ എന്ന് പറയുന്നത്. ഈ ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ നേച്ചറാണ്. അതായത് റെഗുലറായിട്ട് കിട്ടില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിരിക്കും ഡൊണേഷൻസ് കിട്ടുക. അപ്പോൾ അത് ഒരു ക്യാപിറ്റൽ നേച്ചറിലാണ് വരുന്നത്. അടുത്തത് ലെഗസീസ്. ലെഗസീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ചില ആളുകൾ അവരുടെ മരണാനന്തരം അവരുടെ സ്വത്തുക്കൾ ഇതുപോലെയുള്ള ഓർഗനൈസേഷൻസിന് എന്ത് ചെയ്യാറുണ്ട്? എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെയാണ് ലെഗസീസ് എന്ന് പറയുന്നത്. ഈ ലെഗസീസ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ റിസീപ്റ്റിലാണ് വരിക, അല്ലെങ്കിൽ ക്യാപിറ്റൽ നേച്ചറാണ്. എപ്പോഴും കിട്ടണം എന്നില്ല, അത് വല്ലപ്പോഴൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ലെഗസീസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റിലാണ് വരിക. അടുത്തത് ഗവൺമെൻറ് ഗ്രാൻറ്റുകൾ എന്താണെന്ന് അറിയാം. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റുകൾ, പിന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടുകളാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ അതിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കിലെ പോലെ തന്നെ റെസിപ്റ്റുകളെല്ലാം ഡെബിറ്റ് സൈഡിലും പേയ്മെൻറ്റുകളെല്ലാം ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ഓൾ ദ ടോട്ടൽ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്. എല്ലാ റെസിപ്റ്റുകളുടെയും പേയ്മെൻറ്റുകളുടെയും ടോട്ടലാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ എക്സ്പെൻസസുകളും അതുപോലെ തന്നെ എല്ലാ ഇൻകംസുകളും ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണോ അല്ലെങ്കിൽ റവന്യൂ നേച്ചറിലുള്ളതാണോ എന്നൊന്നും നോക്കില്ല. ഈ ക്യാപിറ്റൽ നേച്ചറിലുള്ളതും അതുപോലെ റവന്യൂ നേച്ചറിലുള്ളതുമായിട്ടുള്ള എല്ലാ എക്സ്പെൻസസുകളും ഇൻകംസും ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. അതുപോലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ടാണ്. അടുത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇസ് എ സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ അക്കൗണ്ടിങ് ഇയർ. ആ ഒരു അക്കൗണ്ടിങ് ഇയറിലെ എല്ലാ ഇൻകംസിൻ്റെയും എക്സ്പെൻഡിച്ചേഴ്സിൻ്റെയും സമ്മറിയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ട് പോലെ തന്നെയുള്ളൊരു അക്കൗണ്ടാണ്.
അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അക്കൗണ്ടിങ് ചെയ്യുന്നത് ഓൺ അക്രൂറൽ ബേസിസിലാണ് ഇവിടെ അക്കൗണ്ടിങ് ചെയ്യുന്നത്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് ഇനി കിട്ടാനുള്ളതായിട്ടുള്ള എമൗണ്ടുകൾ, അതായത് കൊടുക്കാനുള്ള എമൗണ്ടുകൾ, അതുപോലെ കിട്ടാനുള്ള എമൗണ്ടുകൾ, അതൊക്കെയാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അതായത് അവരുടെ ഇൻകംസിൽ നിന്നും എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. അപ്പോൾ ഈ സർപ്ലസ് അവർ മെമ്പേഴ്സിന് എന്ത് ചെയ്യില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. ഇപ്പോൾ സർപ്ലസ് ആണെങ്കിൽ ഈ സർപ്ലസിനെ അവർ ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ സർപ്ലസ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇൻകം സോഴ്സിൽ നിന്നും കിട്ടുന്ന ഫണ്ടുകളും ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ പ്രോഫിറ്റ് ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാറ്റുട്ടറി ആയിട്ടുള്ള റിക്വയർമെൻറ്റുകൾ ഉണ്ടാവുമല്ലോ, ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിന് കിട്ടുന്ന ഫണ്ടുകൾ അവർ ശരിയായ രീതിയിൽ തന്നെയാണോ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ദ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ഫോളോഡ് ബൈ ദ അക്കൗണ്ടൻറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻസർ അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് 4 എണ്ണമാണ് ഉള്ളത്. ഒന്നാമത്തത് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ, കൺസർവേറ്റിസം ഓർ പ്രുഡൻസ്. അപ്പോൾ അതിൽ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്താണെന്ന് നോക്കാം. അപ്പോൾ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോഴും ഫോളോ ചെയ്യുന്ന റൂൾസ്, പ്രാക്ടീസസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഒക്കെ ഓരോ ഇയറിലും സെയിം ആയിരിക്കണം, ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ വാല്യൂ ചെയ്യുമല്ലോ. ഡിപ്രീസിയേഷൻ വാല്യൂ ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ഇതൊക്കെയുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് ഫോളോ ചെയ്തതെങ്കിൽ അടുത്ത വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ വാല്യൂ ചെയ്യുമ്പോൾ ആ സെയിം മെത്തേഡ് തന്നെ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ടുകൾ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പല മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ പല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ അക്കൗണ്ടിങ് ഇയറിലും നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സും പ്രാക്ടീസസൊക്കെ സെയിം ആയിരിക്കണം അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. അടുത്തത് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. അപ്പോൾ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഇപ്പോൾ ഒരു ബിസിനസ്സായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രമേ ആ ബിസിനസ്സിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, അപ്പോൾ ഇവർക്കൊക്കെ ആ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ഫുൾ ഇൻഫോർമേഷൻസ് അവർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു ട്രൂ പിക്ചർ ആ ഒരു യൂസേഴ്സിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും അവരെന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ കണ്ടീജൻ ലൈബിലിറ്റീസ് ഫുട് നോട്ടായിട്ട് കാണിക്കുന്നത് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പ്രകാരമാണ്. അടുത്തത് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. ഇപ്പോൾ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത് ഇപ്പോൾ ബിസിനസ്സിൻ്റെ യൂസേഴ്സിന് ഇറലവൻ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട, ഡിസ്ക്ലോസ് ചെയ്യേണ്ട എന്നാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത്. അപ്പോൾ ഇറലവൻ്റ് അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് ഫേമാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ബിസിനസ് ഫേമിൽ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു ദിവസം കുറച്ച് മെഡിസിൻസ് വാങ്ങിച്ചു. ഒരു അധികം എമൗണ്ട് ആയിട്ടുള്ള ചെറിയൊരു എമൗണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അതൊരു എക്സ്പെൻസാണ്. അപ്പോൾ ഈ ഒരു ഫേമിനെ സംബന്ധിച്ച് ആ ഒരു മെഡിസിൻ്റെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫേമിനെ സംബന്ധിച്ച് അത്ര റെലവൻ്റ് അല്ല, അല്ലേ? അതേസമയം വേറൊരു ഫാർമസി നടത്തുന്ന ആളുകളാണെങ്കിൽ മെഡിസിൻസിനെ സംബന്ധിച്ചിട്ടുള്ള എക്സ്പെൻസ് അവരെ സംബന്ധിച്ച് റെലവൻ്റ് ആണ്. അപ്പോൾ അവരത് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കാണിക്കണം. ഇവരെ സംബന്ധിച്ച് എന്താണ്, ബിസിനസ് ഫേം അല്ലേ, അവർക്ക് ഇതൊരു ചെറിയ എമൗണ്ടാണ്. ആ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഈ ഒരു മെഡിസിൻ അടുത്ത മാസം വാങ്ങിക്കണം എന്നില്ല, ആ ഒരു സമയത്ത് അവർ വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മെഡിസിന് ചിലവായ എക്സ്പെൻസ് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് എടുത്ത് എഴുതണം എന്നില്ല. വേറെ ഏതെങ്കിലും ഒരു ജനറൽ എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കാണിച്ചാലും മതി. അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് ആണെങ്കിൽ അത് കാണിക്കണം എന്നുമില്ല.
അപ്പോൾ ഇതാണ് ഇറലവൻ്റ് അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൺസർവേറ്റിസം ഓർ പ്രുഡൻസ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. എന്നാൽ ലോസസ് ഉണ്ടെങ്കിൽ ലോസസുകൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അതിനെന്ത് ചെയ്യണം, പ്രൊവിഷൻസ് വെക്കണം. അതാണ് കൺസർവേറ്റിസം ഓർ പ്രുഡൻസിൽ പറയുന്നത്. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് റെക്കോർഡഡ് ഇൻ ആൻസർ നോവർ. ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യാറില്ല. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ഷോൺ ആൻസർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് എ നോൺ ട്രേഡിംഗ് കൺസേൺ ഈസ് എ സമ്മറി ഓഫ് ആൻസർ ക്യാഷ് ബുക്ക്. നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിൻ്റെ സമ്മറി ആണെന്ന്. എ സസ്പെൻസ് അക്കൗണ്ട് ഈസ് യൂസ്ഡ് ടു റെക്ടിഫൈ ഡാഷ് എറേഴ്സ് ആൻസർ വൺ സൈഡ് എറേഴ്സ്. അപ്പോൾ വൺ സൈഡഡ് എറേഴ്സ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട് അല്ലേ. അതായത് നമ്മളുടെ ട്രയൽ ബാലൻസിൽ വരുന്ന ഡിഫറൻസസുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ടെമ്പററി അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആണെങ്കിൽ അത് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ല. അതായത് ഒരു എററിനെ മറ്റൊരു എറർ കൊണ്ട് അവിടെ കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പോൾ അത് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എറേഴ്സും ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ വൺ സൈഡഡ് എറേഴ്സ് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യും. ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ബാങ്കിങ് കമ്പനി കണ്ടെയ്ൻസ് ഡാഷ് ഷെഡ്യൂൾസ് ആൻസർ 12. ഒരു ബാങ്കിങ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ 12 ഷെഡ്യൂൾസ് ആണ് വരുന്നത്. കറണ്ട് റേഷ്യോ ഷോസ് ദ ഡാഷ് ഓഫ് എ ബിസിനസ് കൺസേൺ ആൻസർ ലിക്വിഡിറ്റി പൊസിഷൻ. ഇപ്പോൾ ഒരു ബിസിനസ് കൺസേണിൽ കറണ്ട് റേഷ്യോ എന്താണ് ഷോ ചെയ്യുന്നത്, അതിൻ്റെ ലിക്വിഡിറ്റി പൊസിഷനെയാണ്. അപ്പോൾ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന് അതിൻ്റെ കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റി പേ ഓഫ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 12 മാസത്തിനുള്ളിൽ പേ ചെയ്യേണ്ട ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഡെപ്റ്റ്സ്. ഇനി സോൾവൻസി പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫേമിൻ്റെ ലോങ് ടേം ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് സോൾവൻസി പൊസിഷൻ എന്ന് പറയുന്നത്. ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഓഫ് എ നോൺ പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ആൻസർ ക്യാപിറ്റൽ ഫണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ്. A sole trader business, in its balance sheet, assets are arranged in the order of ആൻസർ ലിക്വിഡിറ്റി. അപ്പോൾ സോൾ ട്രേഡർ ബിസിനസ്സിൽ അസറ്റുകൾ അറേഞ്ച് ചെയ്യുന്നത് ലിക്വിഡിറ്റിയുടെ ഓർഡറിലാണ്. എന്നാൽ ലയബിലിറ്റീസ് ആണെങ്കിൽ പെർമനൻസിയുടെ ഓർഡറിലാണ്. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഈ ഒരു ഓർഡറിൽ തന്നെയാണ്. അസറ്റുകൾ ലിക്വിഡിറ്റിയുടെ ഓർഡറിലും ലയബിലിറ്റീസ് പെർമനൻസിയുടെ ഓർഡറിലുമാണ്. ഡാഷ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ പെർസെൻറ്റേജ് ഓഫ് ഫണ്ട് ബീയിങ് ഫിനാൻസ്ഡ് ത്രൂ ബോറോയിങ്സ് ആൻസർ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ അസറ്റ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പോർഷൻ ഇക്വിറ്റി അല്ലെങ്കിൽ ഡെപ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന ആ ഒരു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ഇക്വിറ്റി എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ്. ഇനി ഡെപ്റ്റ് എന്ന് പറയുന്നത് കമ്പനി കടം എടുത്തിട്ടുള്ള എമൗണ്ടാണ് ഡെപ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ മീനിങ് ഓഫ് പർച്ചേസസ് ആൻസർ ഗുഡ്സ് ബോട്ട് ഫോർ റീസെയിൽ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ ആൻസർ റവന്യൂ നേച്ചർ. ഇപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ നേച്ചറിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലാണെങ്കിൽ റവന്യൂ നേച്ചറും ക്യാപിറ്റൽ നേച്ചറും റെക്കോർഡ് ചെയ്യും. Dash is the loss in the value of an assets which arises out of new invention. Answer obsolescence. അതായത് അസറ്റിൻ്റെ വാല്യൂ പല കാരണങ്ങൾ കൊണ്ടിട്ട് കുറയാം. അതായത് റെഗുലറായിട്ടുള്ള യൂസസ് കൊണ്ട്, അതുപോലെ തന്നെ പുതിയ ഇൻവെൻഷൻസ്, അതായത് പുതിയ മോഡൽ വരുമ്പോൾ പഴയ മോഡലിൻ്റെ വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല അല്ലേ. പഴയ മോഡലിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം, കുറയാം. അപ്പോൾ പുതിയ ഇൻവെൻഷൻസ് വരുമ്പോൾ പഴയ മോഡലിന് വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ ഒബ്സോളിസൻസ് എന്ന് പറയുന്നത്. ദ ബാലൻസ് ഇൻ അസറ്റ് അക്കൗണ്ട് വിൽ നോട്ട് ബി റെഡ്യൂസ്ഡ് ടു സീറോ അണ്ടർ ദിസ് മെത്തേഡ്. ആൻസർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അതായത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ അസറ്റിൻ്റെ വാല്യൂ സീറോ ആകില്ല. അപ്പോൾ അസറ്റിൻ്റെ അതായത് ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ അസറ്റിൻ്റെ വാല്യൂ സീറോ ആകാത്തത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ്.
ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ആൻസർ ലോസ് അല്ലേ. പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ലോസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണ്. നെറ്റ് ലോസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഷോൺ ആൻസർ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് ലോസ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് കാണിക്കുക. Profit earned at the time of reissue of forfeited shares will be transferred to dash account. Answer capital reserve. അത് ഷെയറുകൾ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് ഫോർഫീറ്റർ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ അയാളുടെ എമൗണ്ട് പേ ചെയ്യാനായിട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ ബോർഡിന് അദ്ദേഹത്തിൻ്റെ ഷെയർ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒറ്റയടിക്കല്ല ക്യാഷുകളെല്ലാം വാങ്ങുന്നത് അല്ലേ. ആദ്യം ആപ്ലിക്കേഷൻ മണി വാങ്ങിക്കും, പിന്നെ അലോട്ട്മെൻറ്റ്, പിന്നെ കോള്. അപ്പോൾ ഇതിലേതെങ്കിലും, അതായത് അലോട്ട്മെൻറ്റ് എമൗണ്ട് അല്ലെങ്കിൽ കോൾ എമൗണ്ട് ഷെയർ ഹോൾഡർ പേ ചെയ്യാത്ത സമയത്ത് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ഷെയർ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഈ ക്യാൻസൽ ചെയ്ത ഷെയർ വേറെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാവുന്നതാണ്, റീഇഷ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഫോർഫീറ്റഡ് ചെയ്തിട്ടുള്ള ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ റിസർവിലേക്കാണ്. If a company adopts straight line method of depreciation in the first year, it should continue using it subsequently years is a view of ആൻസർ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു കമ്പനി ഫസ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ വാല്യൂ ചെയ്യാനായിട്ട് സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടുത്ത ഇയറിലും ആ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അത് ഏത് കോൺസെപ്റ്റാണ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസിയാണ്. ഡാഷ് ബുക്ക് ഈസ് നോൺ ആസ് കിങ് ഓഫ് ബുക്സ്. ആൻസർ ലെഡ്ജർ. അപ്പോൾ കിങ് ഓഫ് ബുക്സ് എന്ന് പറയുന്നത് ലെഡ്ജറിനെയാണ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഈസ് ക്യാപിറ്റൽ ലോസ്. ഷെയറുകൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ ലോസ് ആണ്. എ ജേണൽ എൻട്രി പാസ്ഡ് ടു കറക്റ്റ് എറേഴ്സ് ഈസ് കോൾഡ് ആൻസർ റെക്ടിഫിക്കേഷൻ എൻട്രി. അതായത് എറേഴ്സ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ് ചെയ്യുന്ന എൻട്രീസ് ആണ് റെക്ടിഫിക്കേഷൻ എൻട്രീസ്. Under which category the expenses for the removal of the institution to more convenient place be included? ആൻസർ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അതിരിക്കുന്ന സ്ഥലത്ത് നിന്നും അതിന് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് റിമൂവ് ചെയ്യുന്നതിന് വരുന്ന എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് മറ്റ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അതായത് ഇപ്പോൾ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസ്, അതായത് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ, അത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചറുകൾ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതിനു വേണ്ടി അഡ്വർടൈസ് ചെയ്യാനായിട്ട് ചിലവാകുന്ന എക്സ്പെൻസസുകൾ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡാഷ് ടു ദ ബിസിനസ്. ആൻസർ ഇൻകം. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഓണർ തന്നെ അതിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻകമാണ്. ഇനി ക്യാപിറ്റലിന് മേലെ വരുന്ന ഇൻട്രസ്റ്റ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ബിസിനസ്സിന് എക്സ്പെൻസ് ആണ്. ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്സ് ഈസ് കോൾഡ് ആൻസർ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നിലവിലുള്ള ആസ്തികളിൽ നിക്ഷേപിച്ച ഫണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഈസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പോൾ ഷെയർ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഫ്ലോട്ടിംഗ് അസറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ആൻസർ സർക്കുലേറ്റിംഗ് അസറ്റ്സ്. ക്യാഷ് ഡെപ്പോസിറ്റഡ് ബൈ ദ കസ്റ്റമർ ഈസ് എ ഡാഷ് ഡെപ്പോസിറ്റ്. ആൻസർ പ്രൈമറി ഡെപ്പോസിറ്റ്. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ടേക്കൺ ഓൺലി ഇൻ ആൻസർ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസൊക്കെ ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറയുന്നത് നമ്മൾ പേ ചെയ്യാനുള്ളതാണ് ഇനി, അപ്പോൾ അത് ലയബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കാം. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ട്രയൽ ബാലൻസിൽ തരാതെ ഫുട് നോട്ടായിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിലും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും കാണിക്കണം. Checking of the accounts and posting to subsidiary books and other ledgers is called routine checking. അതായത് അക്കൗണ്ടുകൾ ചെക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ സബ്സിഡിയറി ബുക്കിലേക്കും ലെഡ്ജേഴ്സിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിനും പറയുന്നതാണ് റുട്ടീൻ ചെക്കിംഗ്.
amount spent on increasing the seating capacity in a cinema hall is dash expenditure. Answer capital expenditure. ഒരു സിനിമ ഹാളിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിൻ്റെ 2-3 എക്സാമ്പിൾസ് നോക്കാം. എക്സ്പെൻഡിച്ചർ ഓൺ ഇൻസ്റ്റലേഷൻ ഓഫ് അസറ്റ്. ഒരു അസറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവെന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ എക്സ്പെൻഡിച്ചർ ഓൺ റിപ്പയർ ടു പ്രോപ്പർട്ടി ഈസ് അസോസിയേറ്റഡ് ടു പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അതായത് ഒരു പ്രോപ്പർട്ടിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞു സീറ്റിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എമൗണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞില്ലേ. അടുത്തത് എക്സ്പെൻഡിച്ചർ ഓൺ റിമൂവൽ ഓഫ് ഓൾഡ് പ്രോപ്പർട്ടി. ഒരു ഓൾഡ് പ്രോപ്പർട്ടി അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അടുത്തത് ഒരു ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ. ഒരു ഫിക്സ്ഡ് അസറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിനൊരു ഒക്ട്രി കൊടുക്കണം, ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണം, കസ്റ്റംസ് ഡ്യൂട്ടി വരും, ക്യാരേജ് വരും, ഫ്രൈറ്റ് വരും. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ചാർജസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. Wages is a revenue expenditure, but it is paid for installation of a machinery or a plant is treated as capital expenditure. അപ്പോൾ വേജസ് എന്ന് പറയുന്നത് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷേ നമ്മളൊരു പുതിയ അസറ്റ് വാങ്ങിച്ച് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേജസ് കൊടുക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ദ റിസർവ് ഫണ്ട് ഈസ് അപ്രോപ്രിയേഷൻ ഫ്രം. ആൻസർ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ അപ്രോപ്രിയേഷൻ ആണ്. അതായത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അതിൽ നിന്നാണ് റിസർവ് വെക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ ടു ബിൽഡിംഗ്. ആൻസർ 2.5%. അപ്പോൾ ബിൽഡിങ്ങിന് ഡിപ്രീസിയേഷൻ വെക്കുന്നത് 2.5% ആണ്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആൻസർ ഡേ ബുക്ക്. എ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ആൻസർ പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ 33ാമത്തെ ക്വസ്റ്റ്യൻ വീഡിയോയിൽ കട്ടായി പോയായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെഗസി ഈസ് എ ഡാഷ് റെസിപ്റ്റ്. ആൻസർ ക്യാപിറ്റൽ റെസിപ്റ്റ്. അപ്പോൾ ലെഗസി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന് റെഗുലറായിട്ട് കിട്ടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.